കടകളിൽ വലിയ പാടാ, വെള്ളം കിടക്കുന്നുണ്ട്, വലിയ പാടാ കടകളിൽ കയറാൻ. അതോ ഇവിടെ വന്ന് ഈ വെള്ളം ഇവിടെ എല്ലാം കല്ലിടെ വന്നു കഴിഞ്ഞാൽ പുഴുവും അതും ഇതെല്ലാം അളിഞ്ഞിവിടെ കിടക്കുക. ഈ സന്ധ്യ ആയി കഴിഞ്ഞാൽ കടയുടെ അങ്ങോട്ട് കയറാം, ആ പതുക്കോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല, മൊത്തവും പുഴുവാണ്. മലയോര ഹൈവേയിൽ അഞ്ചൽ കുളത്തുപുഴ പാതയിലെ ആലഞ്ചേരി പെട്രോൾ പമ്പിന് സമീപത്തെ കാഴ്ചയാണിത്. പാതയിൽ ഈ ഭാഗത്തെ ഓടകൾ മാലിന്യം നിറഞ്ഞ് അടഞ്ഞതോടെ പലയിടങ്ങളിൽ നിന്നുമായി ഒഴുകിയെത്തുന്ന വെള്ളം കലിങ്ങിലേക്ക് പോകാതെ വലിയ വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ്. മഴ കൂടി കനത്തതോടെ വെള്ളക്കെട്ട് രൂക്ഷമായി. ഇതോടെ സമീപത്തെ വ്യാപാരികളാണ് ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വാഹന പുക പരിശോധനാ കേന്ദ്രം, ഹോട്ടൽ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈനുള്ള ഈ ഭാഗത്തെ വലിയ വെള്ളക്കെട്ട് ചില്ലറ ബുദ്ധിമുട്ടല്ല ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഓടയിലൂടെയുള്ള വെള്ളം ഒഴുകാതായതോടെ ഇതിലൂടെ എത്തുന്ന മാലിന്യങ്ങളും ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇതോടെ രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നു. കൊതുകും ഈച്ചയും പുഴുവും സ്ഥാപനങ്ങളിലേക്ക് കയറുന്ന അവസ്ഥ. പലതവണ പഞ്ചായത്ത് അധികൃതരോടും മരാമത്ത് വകുപ്പ് അധികൃതരോടും ഇക്കാര്യം അറിയിച്ചെങ്കിലും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. ഓട മൊത്തം അടഞ്ഞു കിടക്കുക. ഓടെ സ്ലാബിൻ്റെ അടി മൊത്തം വേസ്റ്റും തടി കഷ്ണവും എല്ലാം വന്ന് കിടക്കുന്നു. അത് ഒരു വെള്ളം പോകുന്നില്ല, വെള്ളം മറിഞ്ഞ് കടകളിൽ മൊത്തം കയറുന്നു. എന്നിട്ട് റോഡ് മൊത്തവും വെള്ളമാണ്. റോഡ് മൊത്തവും വെള്ളം ഒഴിച്ച് ഇവിടെ വേസ്റ്റുകൾ, മേലുള്ള വേസ്റ്റുകൾ മൊത്തവും പിന്നെ ഇവിടെ വന്ന് താഴെ വന്ന് അടിയുന്നത്, അത് മൊത്തവും റോഡിൽ പോവുക. അത് വലിയ പ്രശ്നത്തിൽ കിടക്കുക. അത് പഞ്ചായത്തിന് അവിടെ എല്ലായിടത്തും പറഞ്ഞു, ഞങ്ങൾ ആരും അത് അംഗീകരിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തു നിന്നും ആൾ വന്നു, ഇതെല്ലാം വന്ന് കണ്ടിട്ട് പോയതാ. എന്നിട്ട് പോലും അവർ മൈൻഡ് ചെയ്യാതെ നടക്കുക. കടകളിൽ വലിയ പാടാ, വെള്ളം കിടക്കുന്നുണ്ട്, വലിയ പാടാ കടകളിൽ കയറാൻ. അതോ ഇവിടെ വന്ന് ഈ വെള്ളം ഇവിടെ എല്ലാം കല്ലിടെ വന്നു കഴിഞ്ഞാൽ പുഴുവും അതും ഇതെല്ലാം അളിഞ്ഞിവിടെ കിടക്കുക. ഈ സന്ധ്യ ആയി കഴിഞ്ഞാൽ കടയുടെ അങ്ങോട്ട് കയറാം, ആ പതുക്കോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല, മൊത്തവും പുഴുവാണ്. മൊത്തം അതിന് അടി മൊത്തവും അളിഞ്ഞു കിടക്കുക. മഴ കൂടി കനക്കുന്നതോടെ വലിയ പകർച്ചവ്യാധി ഭീഷണിയിലാണ് നാട്ടുകാർ. അടിയന്തരമായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനൊപ്പം നിയമ നടപടികൾ കൂടി സ്വീകരിക്കുമെന്ന് വ്യാപാരികളും നാട്ടുകാരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാട്ടുവാർത്ത, ഏരൂർ.